നമസ്കാരം. തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ക്ലൈമാക്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റിന് വഴിയൊരുങ്ങുകയാണ്. മേയർ CPI തർക്കമെന്ന് പറഞ്ഞു. എം വർഗീസ് മേയർ സ്ഥാനം രാജിവെച്ചാൽ ഭരണചക്രത്തിൽ പിടിമുറുക്കുവാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഇതോടെ മുടിനാരിക വ്യത്യാസത്തിൽ ഒരു സീറ്റിൻ്റെ കുറവിൽ കസേര നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ വീണ്ടും മേയറായിരിക്കും. വർഗീസ് മേയർ സ്ഥാനം രാജിവെച്ചാൽ ഭരണപക്ഷത്തെ ഘടകകക്ഷികൾ 4 പേർ കോൺഗ്രസിന് രഹസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. 24 കൗൺസിലർമാരുള്ള കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം ലഭിച്ചാലും ഭരണത്തിലേറാനാകുമെന്ന ഒരവസ്ഥയാണിപ്പോൾ. ഘടകകക്ഷികളുടെ പിന്തുണ ഒഴിച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച വർഗീസിൻ്റെ അടക്കം CPM-ന് 23 സീറ്റുകളാണുള്ളത്. CPI 4, LDF സ്വതന്ത്രന്മാർ 3, കേരള കോൺഗ്രസ് M 1 എന്നിങ്ങനെയാണ് നിലവിലെ LDF ഭരണസമിതി എന്ന് പറയപ്പെടുന്നത്. പ്രതിപക്ഷത്തുള്ള BJPക്ക് 6 അംഗങ്ങളുണ്ട്. ഇടതുപക്ഷത്തെ ഇടഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPI കോൺഗ്രസിനോടൊപ്പം കൂടിയാൽ അവിശ്വാസത്തിലൂടെ വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയും. അവിശ്വാസം വിജയിക്കുവാൻ 28 കൗൺസിലർമാരുടെ പിന്തുണ മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ രാഷ്ട്രീയപരമായി CPI അതിന് മുതിരില്ല. എന്നാൽ ഇടതുപക്ഷത്തെ സമ്മർദ്ദം കൊണ്ട് മേയർ സ്ഥാനം രാജിവെച്ചാൽ ഭരണപക്ഷത്തിലെ ഏതെങ്കിലും ഒരു കൗൺസിലർ UDF-നൊപ്പം നിന്നാൽ 25 കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിന് മേയർ സ്ഥാനം ലഭ്യമാകുമെന്നുള്ള കാര്യവും സംശയമില്ല. CPI വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ പ്രമുഖരായ CPM-ൻ്റെ പിന്തുണയുള്ള മേയർ വർഗീസിന് പിന്തുണയുമായി BJP രംഗത്തെത്തിയാൽ അത് CPM-BJP കൂട്ടുകെട്ട് ഉറപ്പാക്കുകയും ചെയ്യും. അത് അണികളിൽ പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് നടക്കുവാനുള്ള സാധ്യത കുറവാണ്. അതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നുകെട്ട തൃശ്ശൂരിലെ CPM-BJP കൂട്ടുകെട്ടും ഇതോടുകൂടി വെളിപ്പെടുമെന്നുള്ളതാണ്. ഇതോടെ സംസ്ഥാന തലത്തിലും CPM ഇടതുപക്ഷത്തിൻ്റെ പ്രതിക്കൂട്ടിൽ ആകുന്നു എന്നുള്ളതാണ്. അതും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ വലിയ ചർച്ചയാവുകയും ചെയ്യും. LDF-ലെ മുൻധാരണ പ്രകാരം ആദ്യത്തെ 2 വർഷം മേയർ സ്ഥാനം വർഗീസിനും അത് കഴിഞ്ഞ് 2 വർഷം CPM-ലെ PK ഷാജനും അവസാനത്തെ 1 വർഷം എന്ന് പറയപ്പെടുന്നത് CPI-ക്കുമാണ് നൽകിയിരുന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ വർഗീസ് മേയർ സ്ഥാനം രാജിവെച്ചില്ല. ഇതിൽ പ്രതിഷേധം അറിയിക്കാതെ CPM മേയറെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. 3-ാം ഊഴത്തിൽ അവകാശവാദം ഘടിപ്പിക്കാതെ CPI-യും മേയറെ സഹിച്ചു. എന്നാൽ നിലവിൽ മേയറുടെ സുരേഷ് ഗോപി പ്രേമം CPI-യെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ 35 ദിവസമായിട്ട് കൗൺസിൽ വിളിക്കാതെ ടൂറും മറ്റുമായി നടന്നിരുന്ന ഈ മേയർ ഈ മാസം 3-ന് അടിയന്തര കൗൺസിൽ വിളിച്ചപ്പോൾ കോൺഗ്രസിനൊപ്പം CPI അടക്കം ഭരണപക്ഷത്തെ 9 കൗൺസിലർമാർ ബഹിഷ്കരണത്തിന് ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ്. കൗൺസിൽ വിളിച്ചത് നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ബഹിഷ്കരണത്തിന് ഒരുങ്ങിയത്. അതിനോടൊപ്പം CPI-യിലെ ചിലരും ചേർന്നു എന്നുള്ളതാണ്. എന്നാൽ മേയർ വർഗീസ്, കണ്ടംകുളത്തി എന്നിവരടങ്ങുന്ന സംഘത്തിൻ്റെ റഷ്യൻ യാത്ര അറിയിക്കാത്തതിൽ പ്രതിഷേധിച്ചും കൂടിയാലോചനകൾ നടത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് ഭരണപക്ഷത്തെ കൗൺസിലർമാർ ബഹിഷ്കരണത്തിന് തയ്യാറെടുത്തത് എന്നുള്ളതാണ്. ഘടകകക്ഷികളെ അവഗണിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർമാനായിട്ടുള്ള വർഗീസ് കണ്ടംകുളത്തിനോട് മാത്രം ചർച്ച നടത്തി മുന്നോട്ട് പോകുന്നു. സുരേഷ് ഗോപി പ്രശ്നം തുടങ്ങിയവ CPI അടക്കമുള്ള കൗൺസിലർമാർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഈ മേയർ. ബഹിഷ്കരണം മണത്തറിഞ്ഞ CPM മേയറെ കൊണ്ട് എല്ലാ കൗൺസിലർമാരെയും വിളിപ്പിച്ചുവെങ്കിലും ആരും പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ കൗൺസിൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് മാറ്റിവെച്ചതായി കൗൺസിലർമാരെ അത് അറിയിക്കുകയും ചെയ്തു. യോഗം മാറ്റിവെച്ചതായിരിക്കും. ബഹിഷ്കരണ പേടി കാരണം നിലവിൽ കൗൺസിൽ പോലും കൂടാനാകാത്ത അവസ്ഥയാണ് ഈ കോർപ്പറേഷനുള്ളത്. ഇങ്ങനെ പോകുന്നതിലും ഭേദം പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്ന ചിന്താഗതിയിലാണ് ഭരണപക്ഷത്തെ പല കൗൺസിലർമാരും എന്ന് പറയപ്പെടുന്നത്. കൗൺസിലർമാർ പുറകോട്ടടിച്ചു നിൽക്കുന്നതിനാൽ കൗൺസിൽ ചേരാനാകാതെയും മേയർ സ്ഥാനത്തെ സംബന്ധിച്ചും വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂർ കോർപ്പറേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഒരു പ്രണയം തോന്നിയത് അല്ലെങ്കിൽ പ്രേമം തോന്നി എന്ന് പറയപ്പെടുന്ന CPI-യുടെ വാദം. സുരേഷ് ഗോപിയോടൊപ്പം ചേർന്ന് നിന്നു, അദ്ദേഹം വന്ന ചടങ്ങുകൾ പങ്കെടുത്തു എന്നതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വർഗീസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നൊരു ചോദ്യം CPI-ക്കുള്ളിലുണ്ട്. ആ CPI-യുടെ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടാവുകയാണെങ്കിൽ പോകുന്നതെന്ന് പറയേണ്ടി വരും. അങ്ങനെ CPM-ന് ഭരണം നിലനിർത്തേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് 6 കൗൺസിലർമാരുള്ള BJP-യുമായി ചേർന്ന് ഭരണം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയത്തിന് കാരണം ഈ പറയുന്ന CPM-BJP ബാന്ധവമാണ് എന്നുള്ള CPI-യുടെ വാദം ശരിക്കും കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ തൃശ്ശൂരിൽ ഭരണം നിലനിർത്തുന്നതിന്, മേയർ സ്ഥാനം നിലനിർത്തുന്നതിന് CPM-BJP-യെ കൂട്ടുപിടിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. പക്ഷേ അല്ല എങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു സ്വതന്ത്രനോടൊപ്പം കൂടി നിന്നുകൊണ്ട്
അവിടെ മേയർ സ്ഥാനം പിടിച്ചെടുക്കുവാനുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തുള്ള രാജൻ പല്ലന് മേയറാകാനുള്ള സാധ്യതയും കൂടുതലാണ്.